إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الله أكبر 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 لا إله إلا الله والله أكبر الله أكبر ولله الحمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله سبحانه وتعالى തഖ്വ ചെയ്ത് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എൻ്റെ നഫ്സിനെയും തുടർന്ന് വിനീതമായ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ മുത്തഖികളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഏറെ സന്തോഷം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ കൈമാറുകയാണ്, ആശംസിക്കുകയാണ്. തഖബ്ബലല്ലാഹു മിന്ന വമിൻകും സാലിഹൽ അഅമാൽ. അല്ലാഹു അക്ബർ എന്ന വിശുദ്ധ വാക്യം അത് എങ്ങനെയാണ് ജീവിതമാക്കി മാറ്റേണ്ടത്? അല്ലാഹു അക്ബർ എന്ന തക്ബീർ അത് ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കി നിശ്ചയിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് കാണിച്ചു തന്ന, നമ്മെ പഠിപ്പിച്ച മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെയും അവിടുത്തെ കുടുംബത്തിന്റെയും ത്യാഗോജ്ജലമായ ജീവിതവും സമർപ്പണവും സഹനതയും അള്ളാഹുവിന്റെ മുന്നിലുള്ള വിധേയത്വവും അവർ ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ച ജീവിത വിശുദ്ധിയും ഉയർത്തിപ്പിടിച്ച ജീവിത മൂല്യങ്ങളും ഏറെ സ്മരിക്കപ്പെടുന്ന, ഏറെ ഓർക്കപ്പെടുന്ന ഒരു സുദിനത്തിലാണ്, സവിശേഷമായ ദിവസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, ഒത്തുകൂടിയിരിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമയും അവിടുത്തെ കുടുംബവും അവർ ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ച ജീവിത വിശുദ്ധി, അതിനപ്പുറത്തേക്ക് അവർ അവരുടെ ജീവിതത്തിൽ കാണിച്ച ഹൃദയവിശാലത, പരസ്പര ആദരവ്, പരസ്പര ബഹുമാനം, പരസ്പരമുള്ള വിശ്വാസം, ഇതൊക്കെ നൽകുന്ന പാഠങ്ങൾ ഓർക്കുകയും പഠിക്കുകയും സ്മരിക്കുകയും ചെയ്യുന്ന ഈ ദിവസത്തിൽ തീർച്ചയായും നാം അവരിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയ പാഠം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ദിവസത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവർ അള്ളാഹുവിന് വേണ്ടി നൽകിയ ബലി തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനുള്ളത്, പഠിക്കാനുള്ളത് ഈ ബലി എന്ന വലിയൊരു പാഠമാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയെ കുറിച്ച് കേൾക്കുമ്പോൾ ചിലപ്പോ അദ്ദേഹം ജീവിതത്തിൽ നൽകിയ ഒരു ബലി മാത്രമായിരിക്കാം നമ്മുടെ മനസ്സിലേക്ക് ചിലപ്പോൾ പെട്ടെന്ന് തികട്ടി വരുന്നത്. എന്നാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമയുടെ ജീവിതം മുഴുവൻ ബലിയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാത്തതായി നമുക്കൊന്നും കാണാൻ കഴിയില്ല. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ പേര് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇസ്മായിൽ എന്ന ഒരു മകന്റെ, ഒരു കൊച്ചുകുട്ടിയുടെ പിതാവിനെ ആയിരിക്കാം, അതല്ലെങ്കിൽ ഹാജറ ബീവിയുടെ ഒരു ഭർത്താവായിരിക്കാം. എന്നാൽ അതിനെല്ലാം അപ്പുറത്തേക്ക് ഇസ്മായിൽ എന്ന മകൻ ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഹാജറ എന്ന ഒരു സ്ത്രീ, മഹദി, നമ്മുടെ ഉമ്മയായ ഹാജറ ബീബി, അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതം അള്ളാഹുവിനു വേണ്ടി സമർപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. വളരെ ചെറുപ്രായത്തിൽ തന്നെ, യുവാവായിരിക്കെ തന്നെ തന്റെ പിതാവിന്റെ സ്നേഹലാളനകളും പിതാവിന്റെ സംരക്ഷണവും അള്ളാഹുവിനു വേണ്ടി മാറ്റിവെച്ച, അള്ളാഹുവിനു വേണ്ടി ബലി നൽകിയ ഒരു യുവാവിന്റെ, ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ ചരിത്ര പ്രതിപാദനം ആരംഭിക്കുന്നത് തന്നെ. ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം തന്റെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പിതാവിന്റെ സംരക്ഷണം വേണ്ടെന്ന് വെക്കുകയാണ്. അങ്ങനെയാണ്
ഈ വിശ്വാസ ജീവിതം അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമർപ്പണ ജീവിതം, ബലിജീവിതം ആരംഭം കുറിക്കുന്നത്. തുടർന്ന് അദ്ദേഹം തന്റെ സമൂഹത്തിന്റെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ, നാട്ടുകാരുടെ അംഗീകാരം അള്ളാഹുവിന് വേണ്ടി ബലി നൽകുക. നമുക്കറിയാം, സ്വന്തം കുടുംബത്തിന് യോജിക്കാത്ത അതല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില നിലപാടുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ടി വരുമ്പോൾ അത് നമ്മുടെ മനസ്സിനുണ്ടാക്കുന്ന അസ്വസ്ഥത എത്രയാണ് എന്ന് വളരെ കൃത്യമായി നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതിനപ്പുറത്തേക്ക് ആ കുടുംബം മുഴുവൻ, ആ നാട് മുഴുവൻ ഞാൻ സ്വീകരിച്ച ഒരു നിലപാടിന്റെ പേരിൽ, ഞാൻ വിശ്വസിച്ച ഒരു വിശ്വാസത്തിന്റെ പേരിൽ എന്നോട് ശത്രുത പുലർത്തുകയും എന്നെ കൈയൊഴിയുകയും എന്നെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് സമ്മാനിക്കുന്ന വേദന എന്തായിരിക്കും? അത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന വിങ്ങലെന്തായിരിക്കും? അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം നുബുവത്തിന്റെ തുടക്കകാലം മുതൽക്ക് തന്നെ അനുഭവിക്കാൻ തുടങ്ങുന്നത്. സമൂഹം മുഴുവൻ കൈയൊഴിയുമ്പോൾ, സമൂഹം മുഴുവൻ അദ്ദേഹത്തെ പറ്റി കുറ്റം പറയുമ്പോൾ, സമൂഹം അദ്ദേഹത്തെ ഇകഴ്ത്തുകയും അദ്ദേഹത്തെ അവഹേളിക്കുകയും ചെയ്യുമ്പോൾ ഒരു മനുഷ്യനെന്ന നിലയിൽ അദ്ദേഹത്തിന് ആശ്രയ കേന്ദ്രമായി മാറേണ്ടിയിരുന്നത് അദ്ദേഹത്തിന്റെ കുടുംബമായിരുന്നു. അദ്ദേഹത്തിന് ആശ്വാസ വാക്കുകൾ നൽകേണ്ടിയിരുന്നത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളായിരുന്നു. എന്നാൽ ആ കുടുംബം ആ സമൂഹത്തിന് കൂടുതൽ ഇന്ധനം പകരുന്ന രൂപത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമെ എതിർക്കാൻ മുന്നിട്ടിറങ്ങുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ സമൂഹവും കുടുംബവും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുമ്പോഴും ആ കുടുംബത്തോടോ തന്റെ പിതാവിനോടോ തന്റെ നാട്ടിലുള്ള ജനങ്ങളോടോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള വിദ്വേഷമോ പകയോ ദേഷ്യമോ വെച്ചു പുലർത്തിയിരുന്നതായി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണുക സാധ്യമല്ല. സൂറ മറിയമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവുമായി നടത്തുന്ന സംഭാഷണം വളരെ കൃത്യമായി ഖുർആൻ ഒപ്പിയെടുത്ത് നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. ഇസ് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. പ്രിയപ്പെട്ട പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് പരുക്കൻ സ്വഭാവിയായിരുന്ന, പരുക്കൻ ഹൃദയമുള്ള, പരുഷ സ്വഭാവിയായിരുന്ന, ഹൃദയശൂന്യനായിരുന്ന തന്റെ പിതാവിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. മാതാപിതാക്കളോട് എങ്ങനെ വർത്തിക്കണം എന്ന ഒരു പാഠം ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് നൽകുന്നുണ്ട്. ആ പിതാവ് ആ പൗരോഹിത്യത്തിന്റെ ഏറ്റവും വലിയ തലതൊട്ടപ്പനായിരുന്ന, അവിടുത്തെ സന്യാസിമാരുടെ നേതാവായിരുന്ന തന്റെ പിതാവിനോട് എങ്ങനെ അഭിസംബോധന ചെയ്യണം എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു നൽകാണ്. ഇസ്ഖാലി അബീഹി യാ അബത്തി, എന്റെ പ്രിയപ്പെട്ട പിതാവേ, എന്റെ സ്നേഹനിധിയായ പിതാവേ എന്നതാണ് അബത്ത് എന്ന പദത്തിന്റെ അർത്ഥം. ആ അബത്ത് എന്നത് സൂറത്ത് മറിയമിൽ 4 തവണ ആവർത്തിക്കുന്നതായിട്ട് കാണാം. യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. എന്തിനാണ് അങ്ങേക്ക് യാതൊരു പ്രയോജനവും ചെയ്യാത്ത ഈ ബിംബങ്ങളെ, ഈ ആരാധ്യ വസ്തുക്കളെ അങ്ങ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട പിതാവെ, എന്തുകൊണ്ടാണ് അങ്ങ് എന്നെ സ്വീകരിക്കാത്തത്? എനിക്ക് ചില ബോധ്യം വന്നിരിക്കുന്നു. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങയെ ഞാൻ ഉപദേശിക്കുന്നത്. ഇന്നി അഖാഫു അൻ യമസ്സക അദാബു മിനർ റഹ്മാൻ, കരുണാമയനായ അല്ലാഹുവിൽ നിന്ന് അങ്ങേക്ക് വല്ല ഭവിഷ്യത്തും അദാബും വന്നേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടാണ്. ഇങ്ങനെ അങ്ങേയറ്റത്തെ ആത്മാർത്ഥത നിറഞ്ഞ, നിഷ്കളങ്കത നിറഞ്ഞ, സിൻസിയർ ആയിട്ടുള്ള ചില സംസാരങ്ങളാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന്റെ പിതാവിനോടുണ്ടാകുന്നതായി വിശുദ്ധ ഖുർആൻ നമുക്ക് കാണിച്ചു നൽകുന്നത്. ഒരർത്ഥത്തിലും അദ്ദേഹം ആ പിതാവ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. വീണ്ടും യാ അബത്ത് എന്ന് വിളിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നു. ഇന്നി അഖാഫു അൻ യമസ്സക അദാബു മിനർ റഹ്മാൻ, പ്രിയപ്പെട്ട പിതാവെ, അങ്ങേക്ക് വല്ല അദാബും വന്നേക്കുമോ എന്ന് ഞാൻ ഭയക്കുകയാണ്. ആ ഭയമാണ് ഈ രൂപത്തിൽ അങ്ങേ ഉപദേശിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. എന്നെ പിൻപറ്റാനല്ല, എന്നെ അംഗീകരിക്കാനല്ല, ഞാൻ അറിഞ്ഞതെല്ലാം അങ്ങും അറിയണമെന്നതല്ല, മറിച്ച് അതിനെല്ലാം അപ്പുറത്തേക്ക് പരലോകത്ത് അങ്ങയുടെ രക്ഷയാണ് ഞാൻ പരമമായി ആഗ്രഹിക്കുന്നത്, സ്വപ്നം കാണുന്നത് എന്ന നിഷ്കളങ്കമായ ഒരു മകന്റെ സംസാരമാണ് സൂറ മറിയമിൽ നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ആ പിതാവ് എങ്ങനെയായിരുന്നു ഇബ്രാഹിം നബിയോട് തിരികെ മറുപടി പറഞ്ഞത്? റാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം, വളരെ പരുക്കൻ സ്വഭാവത്തിൽ എന്റെ ഇലാഹിനെ, ആലിഹത്തുകളെ, ആരാധ്യ വസ്തുക്കളെ നീ കൈയൊഴിയുകയാണോ? അങ്ങനെയെങ്കിൽ അർജുമന്നക വഹ്ജുർനി മലിയ, ഞാൻ നിന്നെ എറിഞ്ഞുകൊല്ലും. വഹ്ജുർനി മലിയ, എന്നെ വിട്ടേച്ചു പോവുക, ഈ കുടുംബം വിട്ടുപോവുക, ഇവിടെ ഇനി ഒരു മകനായിട്ട് നീ ഇവിടെ ജീവിക്കേണ്ടതില്ല, ഇങ്ങനൊരു മകൻ എനിക്കില്ല. വഹ്ജുർനി മലിയ എന്നുള്ളതായിരുന്നു ആ പിതാവ് ആ മകന് നൽകുന്ന അതല്ലെങ്കിൽ ആ പിതാവ് മകനോട് നൽകുന്ന പെരുമാറ്റം അങ്ങനെയായിരുന്നു, വളരെ പരുക്കൻ സ്വഭാവം. പക്ഷേ ഇത്രമാത്രം മോശമായ രൂപത്തിൽ താൻ ഏറെ സ്നേഹിക്കുന്ന തന്റെ പിതാവ് ഇത്രമാത്രം മോശമായ രൂപത്തിൽ തന്നോട് വർത്തിച്ചിട്ടും ഇബ്രാഹിം അലൈഹി ഇസ്ലാം കൊടുക്കുന്ന മറുപടി എങ്ങനെയാണ്? സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി, അങ്ങയുടെ മേൽ രക്ഷയുണ്ടാകട്ടെ, അള്ളാഹുവിന്റെ സമാധാനമുണ്ടാകട്ടെ, സലാമുണ്ടാകട്ടെ. സഅസ്തഗ്ഫിറു ലക, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്റെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നതാണ്, പാപമോചനം തേടുന്നതാണ്. ഇതാണ് ഇബ്രാഹിമി മില്ലത്ത് നമുക്ക് കാണിച്ചു തരുന്ന സ്വഭാവ മഹിമ എന്നുള്ളത്.
എന്തുകൊണ്ട് ഇബ്രാഹിം നബിക്ക് ഇത്രമാത്രം ആത്മാർത്ഥത നിറഞ്ഞ രൂപത്തിൽ തന്നെ എതിർക്കുന്ന, തന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്ന സമൂഹത്തോടും കുടുംബത്തോടും പെരുമാറാൻ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സൂറ സാഫാത്തിൽ അതിന് മറുപടി പറയുന്നുണ്ട്. ഇസ് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം ഇസ് ഖാല ലി അബീഹി വഖൗമിഹി മാദാ തഅബുദൂൻ. തന്റെ പിതാവിനെയും തന്റെ സമൂഹത്തെയും ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം സലീമായിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയം വക്രതയില്ലാത്ത ഹൃദയമായിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ യാതൊന്നും അദ്ദേഹം ഒളിച്ചു കടത്തുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ യാതൊരു കാപട്യവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നിഷ്കളങ്കനായിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയം വിശുദ്ധമായിരുന്നു. സിദ്ദീഖൻ നബി എന്നാണ് ഖുർആൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അദ്ദേഹം സ്വന്തത്തോട് തന്നെ അങ്ങേയറ്റം സത്യസന്ധത പുലർത്തുന്ന ഒരു മനുഷ്യനായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. തനിക്ക് ഒരു സത്യം ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അത് മറച്ചു വെക്കുന്നില്ല, വളച്ചൊടിക്കുന്നില്ല. അത് വളരെ കൃത്യമായിട്ട് താൻ സ്നേഹിക്കുന്ന കുടുംബത്തിനും സമൂഹത്തിനും അദ്ദേഹം കൈമാറാൻ തയ്യാറാവുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സിദ്ദീഖൻ നബിയ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ രൂപത്തിൽ അദ്ദേഹം കാത്തുസൂക്ഷിച്ച ആ ഹൃദയ വിശുദ്ധി അത് തന്നെയായിരിക്കണം നാമും ഇബ്രാഹീമി മില്ലത്തിനെ ആഗ്രഹിക്കുമ്പോൾ, ഇബ്രാഹീമി മില്ലത്തിനെ പിന്തുടരുന്ന അതിലെ അംഗങ്ങൾ എന്ന നിലക്ക് തീർച്ചയായും നാമും ലക്ഷ്യമാക്കേണ്ടത് ഈ ഖൽബുൻ സലീമാണ്, നിഷ്കളങ്കമായ ഹൃദയമാണ്. ഈ ഹൃദയം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞാൽ ഏത് അസ്വസ്ഥതകളിലും നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയും. ഏത് അസ്വസ്ഥതകളിലും ഏത് അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ആടിയുലയാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സഹനതയോടുകൂടി അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് വളരെ സുഗമമായി ജീവിക്കാൻ സാധിക്കും, കാലുറപ്പിച്ച് നിൽക്കാൻ കഴിയും എന്നതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് നൽകുന്ന പാഠം. ഈ രൂപത്തിൽ സ്വന്തം കുടുംബത്തിനും സമൂഹത്തിനും മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന രാജാവിനെ, അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരിയെ അദ്ദേഹം ഒറ്റയ്ക്ക് നേരിടുകയാണ്. അവിടെ ഉണ്ടായിരുന്ന കൾച്ചർ, സാമ്പ്രദായിക രീതികൾ, അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റം, അതിനെ അദ്ദേഹം ഒറ്റയാനായി എതിരിടുന്ന കാഴ്ച നമുക്ക് വിശുദ്ധ ഖുർആൻ പകർന്നു നൽകുന്നുണ്ട്. ഖാന ഉമ്മത്തൻ, അദ്ദേഹം ഉമ്മത്തായിരുന്നു. അത് നമുക്ക് നൽകുന്ന പാഠം എന്താണ്? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും എന്റെ കൂടെയുണ്ടോ എന്നുള്ളതല്ല, സത്യത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് നൽകുന്ന പാഠം. സത്യസന്ധമായി സത്യത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് തയ്യാറാകണം. അതിന് എന്റെ കൂടെ ആളുകളുണ്ടോ ഇല്ലേ എന്ന് നോക്കലല്ല. കാരണം അദ്ദേഹം ഖൽബുൻ സലീമിന്റെ ഉടമയായിരുന്നു, നിഷ്കളങ്കമായ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടാവട്ടെ, തനിക്ക് വേണ്ടി വാദിക്കാൻ, സമർത്ഥിക്കാൻ, സംസാരിക്കാൻ, എന്നെ താങ്ങാൻ ആളുകൾ ഉണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ. കാന ഉമ്മത്തൻ, അദ്ദേഹം ഒരു ഉമ്മത്തിന്റെ പണി ഒറ്റക്കെടുക്കാൻ തയ്യാറായി. അദ്ദേഹം ഒരിക്കലും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടായിരുന്നില്ല കാര്യങ്ങൾ ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ സമർപ്പണത്തിന്റെയും വിധേയത്വത്തിന്റെയും അദ്ദേഹം സഹിച്ച ത്യാഗത്തിന്റെയും പ്രതിഫലനങ്ങൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമക്ക് ജീവിതത്തിൽ ഒരിക്കലും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇബ്രാഹിം അലൈഹി ഇസ്ലാമയുടെ മരണശേഷമാണ്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം സഹിച്ച ത്യാഗത്തിന്റെ പ്രതിഫലനങ്ങൾ, അതിന്റെ റിസൾട്ടുകൾ പിന്നീടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, പ്രവാചകന്മാരൊക്കെ നമുക്ക് നൽകുന്ന വലിയൊരു പാഠം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഇവിടെ അപ്പൊ തന്നെ റിസൾട്ട് കാണണം എന്നുള്ളതല്ല, അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കുക, നിഷ്കളങ്കമായി ആത്മാർത്ഥമായി ആ കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. അപ്പോഴാണ് അള്ളാഹുവിന്റെ പ്രതിഫലനങ്ങൾ, അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഈ ലോകത്ത് തന്നെയും പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം അർത്ഥത്തിലാണ് നമുക്ക് പാഠമാകുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അല്ലാഹു അക്ബർ എന്ന തക്ബീർ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രായോഗികവൽക്കരിച്ചു. എല്ലാ മേഖലകളിലും എന്റെ പിതാവിനേക്കാൾ, എന്റെ പിതാവിന്റെ തൃപ്തിയേക്കാൾ എനിക്ക് വലുത് അള്ളാഹുവാണ്, അല്ലാഹു അക്ബർ എന്നുള്ളതാണ്. എന്റെ മകനേക്കാൾ, എന്റെ കുടുംബത്തേക്കാൾ, എന്റെ നാട്ടുകാരേക്കാൾ, എന്റെ നാടിനേക്കാൾ, എന്റെ സമ്പത്തിനേക്കാൾ, എന്റെ ആഗ്രഹങ്ങളെക്കാൾ, എന്റെ താല്പര്യങ്ങളെക്കാൾ എനിക്ക് വലുത് എന്റെ റബ്ബാണ്, എന്റെ റബ്ബിന്റെ തൃപ്തിയാണ് എന്നതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് കാണിച്ചു നൽകുന്ന ഒരു പാഠം. തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും ആ അർത്ഥത്തിലുള്ള രംഗങ്ങൾ തീർച്ചയായിട്ടും വരാനുണ്ട്. ഒരുപക്ഷെ ഒരു ഭാഗത്ത് നമ്മുടെ വ്യവസായവും വ്യാപാരവും കച്ചവടവും, മറുഭാഗത്ത് അള്ളാഹുവിന്റെ ദീനും വരുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ ദീനിന് പ്രാമുഖ്യം കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഒരു ഭാഗത്ത് എന്റെ വിദ്യാഭ്യാസവും എന്റെ ജോലിയും, മറുഭാഗത്ത് അള്ളാഹുവിന്റെ തൃപ്തിയും വരുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് മുൻഗണന കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഒരു ഭാഗത്ത് കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും താല്പര്യങ്ങളും, മറുഭാഗത്ത് അള്ളാഹുവിന്റെ താല്പര്യവും വരുമ്പോൾ അള്ളാഹുവിന്റെ താല്പര്യത്തിന് മുൻഗണന കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഒരു ഭാഗത്ത് ട്രെൻഡുകളും സാമ്പ്രദായിക രീതികളും നാട്ടുനടപ്പുകളും ഉണ്ടാകുമ്പോൾ മറുഭാഗത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും ഉണ്ടാകുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളെ സ്വീകരിക്കാൻ, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾക്ക് മുൻഗണന കൽപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഇതാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം മില്ലത്തിൽ നമ്മൾ അംഗങ്ങളാണോ അല്ലേ എന്ന് പരിശോധിക്കാനുള്ള ഒരു ചെക്ക്
ചെക്ക് ലിസ്റ്റ് എന്നുള്ളത്. എന്റെ താല്പര്യങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും നൽകിയ ഏറ്റവും വലിയ ബലി എന്നുള്ളത് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ താല്പര്യങ്ങളെ അദ്ദേഹം ബലി നൽകി. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഇഷ്ടങ്ങളെ അദ്ദേഹം അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ബലി നൽകാൻ തയ്യാറായി. നമുക്കും നൽകാനുള്ള ഏറ്റവും വലിയ ബലി അത് തന്നെയാണ്. ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിച്ചു നോക്കുക, നമുക്ക് കാണാൻ കഴിയും. ചെറുപ്രായത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെ ഏകാന്തനാക്കി ആട്ടിയോടിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെ എറിഞ്ഞു കൊല്ലാൻ ആഗ്രഹിച്ചു. ഒരിക്കലും ഇബ്രാഹിം നബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ സമയത്ത് ആഗ്രഹിച്ചിട്ടുണ്ടാവുക. കാരണം ഇബ്രാഹിം നബിയുടെ മനസ്സിനെ പറ്റി അള്ളാഹു പറഞ്ഞത് ഹലീം, അദ്ദേഹം അനുകമ്പയുള്ളവനായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായും ഇബ്രാഹിം നബി തന്റെ മകനോട് ഒരിക്കലും ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കുകയില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടാകണം. അള്ളാഹു ഇബ്രാഹിം നബിയുടെ ആ മനസ്സിന്റെ ആഗ്രഹത്തെ പരീക്ഷിക്കുകയാണ്. പണ്ട് തന്റെ പിതാവ് തന്നെ ഏകാന്തനായി ഉപേക്ഷിച്ചപ്പോ അത് നൽകുന്ന വേദന, അത് സമ്മാനിച്ച വേദന ഇബ്രാഹിം നബിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ കുടുംബത്തോട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ഇബ്രാഹിം നബി ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ അള്ളാഹു കൽപ്പിച്ചു, ആ മരുഭൂമിയിൽ തന്റെ കുടുംബത്തെ ഏകാന്തനായി ഉപേക്ഷിച്ചുകൊണ്ട് തിരികെ പോകാൻ ഇബ്രാഹിം നബിയോട് കൽപ്പിക്കുകയാണ്. തന്റെ മനസ്സിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോ അതനുസരിക്കാൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാം തയ്യാറാവുകയാണ്. തന്റെ മകനോട് ഒരിക്കലും എന്റെ പിതാവ് ചെയ്ത ക്രൂരത ഞാൻ കാണിക്കുകയില്ല എന്ന് ഇബ്രാഹിം നബി തീരുമാനിച്ചിട്ടുണ്ടാകണം. എന്നാൽ അള്ളാഹു കൽപ്പിച്ചു, തന്റെ പിഞ്ചു മകനെ അറുക്കാൻ അള്ളാഹുവിനോട് അറുക്കാൻ അള്ളാഹു കൽപ്പിക്കുകയാണ്. ആ കൽപ്പന അനുസരിക്കാൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാം തയ്യാറായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിൽ നമ്മുടെ മനസ്സിൽ നാം കെട്ടിപ്പൊന്തിച്ചിരിക്കുന്ന നിരവധി ബിംബങ്ങളുണ്ട്, നിരവധിയായിട്ടുള്ള ബലിയർപ്പിക്കാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന നിരവധി ബലിമൃഗങ്ങളുണ്ട്, നമ്മുടെ ഇച്ഛകളുണ്ട്. ആ മനസ്സിനെ കൃത്യമായി മനസ്സിന്റെ ആഗ്രഹങ്ങളെ, ഇച്ഛകളെ അള്ളാഹുവിന്റെ താല്പര്യത്തിന് വേണ്ടി ബലി നൽകാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അങ്ങനെ സമൂഹത്തിന് മാതൃകയായി നമുക്ക് മാറാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. കൾച്ചറുകൾക്കും സിസ്റ്റത്തിനും ആ അർത്ഥത്തിലുള്ള സമൂഹത്തിന്റെ തൃപ്തിക്കും അടിമകളായി ജീവിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ അടിമകളായി ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് ഇബ്രാഹിമി മില്ലത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ഇബ്രാഹിമി മില്ലത്തിന്റെ യഥാർത്ഥ അനുയായികളായി നമുക്ക് മാറാൻ കഴിയും. അതാണല്ലോ ഇബ്രാഹിം നബിയെ പറ്റി ഖുർആൻ പറഞ്ഞത്, ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, അദ്ദേഹമാണ് നിങ്ങളെ മുസ്ലിമീങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മില്ലത്തെ ഇബ്രാഹിമിന് വേണ്ടി നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, വജ്തബാക്കും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീക്കും ഇബ്രാഹിം, ഇബ്രാഹിമി മില്ലത്തിന് വേണ്ടി അല്ലാഹുവാണ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്താണ് ഇബ്രാഹിമി മില്ലത്തിലെ ആളുകളുടെ പണി? എന്താണ്? ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് സാക്ഷികളായി ജനങ്ങൾക്ക് മാതൃകായോഗ്യമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഇബ്രാഹിമി മില്ലത്തിൽ ജീവിക്കുന്ന ആളുകളെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. ലിയകൂനു ശുഹദാ അലന്നാസ്. നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക, നമ്മുടെ സാമ്പത്തിക രീതികളും നമ്മുടെ സാമ്പത്തിക ജീവിതവും മറ്റു സമൂഹങ്ങൾക്ക് മാതൃകയാണോ? എന്റെ കുടുംബജീവിതം മറ്റു സമൂഹങ്ങൾക്ക് മാതൃകയാണോ? നമ്മുടെ സാമൂഹികമായ ഇടപെടലുകൾ മറ്റു സമൂഹങ്ങൾക്ക് മാതൃകയാണോ? നമ്മുടെ വ്യക്തിജീവിതം മറ്റു സമൂഹങ്ങൾക്ക് മാത്രം മാതൃകയാണോ? അങ്ങനെ സമൂഹത്തിന്റെയും മറ്റുള്ളവരുടെയും നന്മ കൂടി ആഗ്രഹിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഇബ്രാഹിമി മില്ലത്തിന്റെ അഹ്ലുകാരായിട്ട് നമ്മൾ മാറുന്നത്. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ലൂത്ത് നബിയുടെ സമൂഹത്തിന് വേണ്ടി വാദിക്കുന്ന രംഗം ഖുർആൻ നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട്. യുജാദിലുനാ ഫീ ഖൗമി ലൂത്ത്, ലൂത്ത് നബിയുടെ അങ്ങേയറ്റം മ്ലേച്ഛവൃത്തികൾ ചെയ്തിരുന്ന ലൂത്ത് നബിയുടെ സമൂഹത്തെ ശിക്ഷിക്കാൻ മാലാഖമാര് പോകുമ്പോൾ ആ മലക്കുകളിൽ നിന്ന് ഈ വിവരം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബിക്ക് ലഭിച്ചപ്പോൾ യുജാദിലുനാ ഫീ ഖൗമി ലൂത്ത്, അള്ളാഹുവിനോട് തർക്കിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹുവിനോട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം സംവദിക്കാൻ, എന്തിനാണ് അവരെ ഇപ്പോൾ തന്നെ നശിപ്പിക്കുന്നത്? കുറച്ചുകൂടി സമയം അവധി അവർക്ക് നീട്ടിക്കൊടുക്കാമായിരുന്നില്ലേ? തന്റെ മകനെ അറുക്കാൻ പറഞ്ഞപ്പോൾ പോലും മറുത്തൊന്നും പറയാത്ത ഈ പ്രവാചകൻ ഒരു സമൂഹത്തെ മ്ലേച്ഛവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ പോയപ്പോൾ ആ സമൂഹത്തിന് വേണ്ടി വാദിക്കാണ്. എന്തുകൊണ്ടാണത്? അദ്ദേഹം ജനങ്ങളുടെ രക്ഷ, ഇരു ലോകത്തെയും രക്ഷ അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു. അത്രമാത്രം ഗുണകാംക്ഷയുള്ള ഒരു മനസ്സായിരുന്നു ഇബ്രാഹിം അലൈഹിസ്ലാമയുടേത് എന്നുള്ളത്. അങ്ങനെ മനുഷ്യരുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ കഴിയണം. അതിനുവേണ്ടിയാണ് അള്ളാഹു നമ്മെ ഇവിടെ നിയോഗിച്ചിരിക്കുന്നത്. ഉഖ്റജത്ത് ലിന്നാസ്, ഈ ഉമ്മത്തിന്റെ ദൗത്യം ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ നന്മ ആഗ്രഹിക്കണം, ജനങ്ങളുടെ രക്ഷ ആഗ്രഹിക്കണം, ജനങ്ങളുടെ ഇരു ലോകത്തെയും മനുഷ്യരുടെ ഇരു ലോകത്തെയും രക്ഷ തീർച്ചയായും നമ്മുടെ ഒരു ലക്ഷ്യമായിട്ട് മാറ്റാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. യബ്സുത്തു ഇലൈക്കും ഐദിയഹും വഅൽസിനതഹും
വദ്ദൂ ലൗ തക്ഫുറൂൻ. പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മത്തിനെതിരിൽ തന്നെ, ഉമ്മത്തിനെ നശിപ്പിക്കാൻ തന്നെ ശത്രുക്കൾ കച്ചകെട്ടി ഇറങ്ങുന്ന ഈ സമയത്ത് ആ ഉമ്മത്തിന് വേണ്ടി നിലകൊള്ളാൻ, സമൂഹത്തിന് വേണ്ടി നിലകൊള്ളാൻ, മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുക, അതൊരു ദൗത്യമായി ഏറ്റെടുക്കാൻ നമുക്ക് കഴിയേണ്ടത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലാകട്ടെ ആഗോളതലങ്ങളിലാകട്ടെ മുസ്ലിം സമൂഹം വലിയ രൂപത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫിലസ്തീനിലാകട്ടെ, ലിബിയയിലാകട്ടെ, ലബനാനിലാകട്ടെ, ഇറാഖിലാകട്ടെ, സിറിയയിലാകട്ടെ, അങ്ങനെ ഏത് രാജ്യങ്ങൾ എടുത്തു നോക്കിയാലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും മുസ്ലിം ഉമ്മത്ത് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ആ ഉമ്മത്തിന്റെ നന്മ ആഗ്രഹിക്കുകയും ആ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ളൊരു ഗുണകാംക്ഷ മനോഭാവം നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയണം. ഉമ്മത്തിന് വേണ്ടി തുടിക്കുന്ന ഹൃദയം തീർച്ചയായും ആർജിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. സ്വാർത്ഥരാകാതെ ഇബ്രാഹിം നബിക്ക് നമുക്ക് നൽകുന്ന വലിയൊരു പാഠം അത് തന്നെയാണ്. സ്വാർത്ഥരാകാതെ ഉമ്മത്തിന്റെ, മറ്റുള്ളവരുടെ, സമൂഹത്തിന്റെ നന്മ ആഗ്രഹിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ നന്മ ആഗ്രഹിക്കണം, കുടുംബത്തിന്റെ നന്മ ആഗ്രഹിക്കണം, സമൂഹത്തിന്റെ നന്മ ആഗ്രഹിക്കണം, മനുഷ്യരുടെ നന്മ ആഗ്രഹിക്കണം. അങ്ങനെ നന്മകൾ ആഗ്രഹിക്കണം. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ നാട്ടിന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആസാമിലാകട്ടെ, വെസ്റ്റ് ബംഗാളിലാകട്ടെ, യു പിയിലാകട്ടെ വലിയ രൂപത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മുടെ സഹോദരങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവർ മറ്റൊരു സ്റ്റേറ്റിലാണ് എന്നുള്ളതുകൊണ്ട് അവരുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ലാത്തൊരു ജീവിതം നമ്മൾ ഒരിക്കലും നയിക്കരുത്. അതിൽ നമ്മുടെ മനസ്സിന് ആത്മാർത്ഥമായ ഒരു വേദന നമുക്കുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. എന്നിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് സഹോദര്യ ബന്ധം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്, ഉമ്മത്തിനോടുള്ള പ്രതിബദ്ധത നമ്മുടെ മനസ്സിലുണ്ടോ ഇല്ലേ എന്ന് പരിശോധിച്ച് നോക്കാൻ. ഈ അർത്ഥത്തിൽ മുസ്ലിം സമൂഹം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്കതൊരു വേദന സമ്മാനിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്കറിയാം, നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള പല പള്ളികളും ഇന്ന് വിഗ്രഹാരാധന കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരുന്ന, തൗഹീദിന്റെ വാക്യങ്ങൾ ഉയർത്തപ്പെട്ടുകൊണ്ടിരുന്ന ആ പള്ളികൾ, അവിടെ അള്ളാഹുവിനെ കൂടാതെ വിഗ്രഹങ്ങളെ വിളിച്ച് ആരാധിക്കുന്ന, വിഗ്രഹങ്ങൾ സ്ഥാപിക്കപ്പെടുന്ന അതിദയനീയമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാടിന് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹജ്ജിന്റെ വേളയിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, ഹജ്ജ് എന്നുള്ളത് സത്യത്തിൽ അത് ഇബ്രാഹിം അലൈഹിസ്ലാം തുടങ്ങി വെച്ചതിലൊരു പൂർത്തീകരണമായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിലൂടെ പൂർത്തീകരിക്കപ്പെട്ടത്. അവിടെ കഅബയിൽ വർഷങ്ങളോളം ആളുകൾ ആരാധിച്ചിരുന്ന ബിംബങ്ങളെയും പ്രതിമകളെയും തച്ചുടച്ചുകൊണ്ട് അതിനെ ശുദ്ധീകരിച്ചുകൊണ്ട് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലാഹു ഈ ദീനിനെ പൂർത്തീകരിക്കാണ്. ആ പൂർത്തീകരിച്ചതിന് ശേഷം നമ്മുടെ നാട്ടിലെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നേരെ വിപരീത അവസ്ഥയിലേക്ക് നമ്മുടെ നാട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിനെ ആരാധിക്കപ്പെട്ടുകൊണ്ടിരുന്ന ആ കേന്ദ്രങ്ങൾ വിഗ്രഹ ആരാധനാ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരിക്കലും നിസാരമായ കാര്യമായിട്ട് നമ്മൾ കാണരുത്. ഇബ്രാഹിം മില്ലത്തിനെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഇത് നമ്മുടെ ഹൃദയത്തിലെ തീനാളമായിട്ട് നമ്മുടെ ആദർശം എന്നും നിലനിൽക്കണം. അത് ഏതെങ്കിലും ഒരു ആശയമായിട്ടല്ല, അത് നമ്മുടെ ജീവിതമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അങ്ങനെയാണ് ഈ തക്ബീറുകളും നമ്മുടെ ജീവിതമായിട്ട് മാറുക. ആ തക്ബീർ പ്രായോഗികവൽക്കരിക്കാനുള്ള ഒരു ജീവിതം തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ഇബ്രാഹിമി മില്ലത്തിനെ പുൽകുന്ന, ഇബ്രാഹിമി മില്ലത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് തക്ബീറുകൾ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക്, അള്ളാഹുവിന്റെ തൃപ്തിക്ക്, അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് എല്ലാത്തിനേക്കാൾ മുൻഗണന കൽപ്പിക്കുന്ന ഒരു വ്യവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ, നമ്മുടെ സമൂഹത്തിൽ നൽകുമാറാകട്ടെ, നമ്മുടെ നാട്ടിൽ നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഇബ്രാഹിമി മില്ലത്തിനെ യഥാവിധി പിൻപറ്റുന്ന, ഇബ്രാഹിമി മില്ലത്തിന്റെ അഹ്ലുകാരായി അള്ളാഹു നമ്മെ മാറ്റുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തി ബോധം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അർത്ഥത്തിലെ പ്രയാസങ്ങൾക്കും ഒരു തുറവി, പരിഹാരം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഉമ്മത്ത് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു എല്ലാ അർത്ഥത്തിലും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് രക്ഷ അള്ളാഹു നൽകുമാറാകട്ടെ. ഫിലസ്തീനിലെയും ഈ ലോകത്തുള്ള നാനാഭാഗങ്ങളിലുമുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു രക്ഷ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കിടയിൽ ഐക്യവും സമാധാനവും നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കിടയിൽ സാഹോദര്യം ഊട്ടിയുറപ്പിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഹൃദയ വിശാലത തന്നനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഹൃദയ വിശാലത തന്നനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം നബിക്ക് അള്ളാഹു നൽകി അനുഗ്രഹിച്ച ആ ഖൽബുൽ സലീം നാം ഓരോരുത്തർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഇണകൾ, അള്ളാഹു അവരുടെയൊക്കെ ബർസഖിയായ ജീവിതം സ്വർഗീയമാറ്റി മാറ്റുമാറാകട്ടെ. അള്ളാഹു നമ്മുടെയും ഖബറിടങ്ങൾ ഏറ്റവും സ്വർഗീയമായ പൂന്തോപ്പുകളാക്കി അള്ളാഹു മാറ്റട്ടെ. നമ്മുടെ
ആഖിബത്ത് അല്ലാഹു നന്നാക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, അവർക്ക് ആയുസ്സും ആരോഗ്യവും അല്ലാഹു നൽകുമാറാകട്ടെ. നമുക്കും നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ സന്താനങ്ങൾക്കും ഈമാനും ഇഖ്ലാസും യഖീനും അല്ലാഹു നൽകുമാറാകട്ടെ. നമുക്കിന്ന് യഖീൻ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു നമുക്ക് ദൃഢബോധ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രഖ്യാപിച്ചതുപോലെ അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. അല്ലാഹു ആണ് എന്റെ റാസിഖ് എന്നും അല്ലാഹു ആണ് എന്റെ രോഗത്തെ മാറ്റുന്നവനെന്നും അല്ലാഹു ആണ് എന്റെ സൃഷ്ടാവെന്നും അല്ലാഹു ആണ് എനിക്ക് ഹിദായത്ത് നൽകുന്നവനെന്നും അല്ലാഹു ആണ് എന്റെ റബ്ബെന്നും അംഗീകരിക്കാനും അത് ഹൃദയത്തിൽ രൂഢമൂലമാക്കാനും അത് ജീവിതത്തിൽ കൊണ്ടു നടക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.